ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വന്തമാക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവസരം നൽകിയ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പുത്തൻ തീരുമാനത്തോടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള ഒരു തീരുമാനത്തോടെ ഈ ശുശ്രൂഷയിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന അഭിഷേകത്തെ സ്വന്തമാക്കുവാനായി നമുക്ക് ആഗ്രഹിക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് കൂടെ നിൽക്കുന്നവർക്ക് ദോഷം ചെയ്യുന്നവരായി നമ്മൾ മാറരുത്. ഈ വിഷയത്തോടെ ബന്ധത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മോട് സംസാരിക്കുവാനായി പോകുന്നത്. പഴയ നിയമഭാഗത്ത് വളരെയധികം അനുഗ്രഹീതനായ ഒരു ദൈവ മനുഷ്യനാണ് ദാവീദ്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് ഏകദേശം 886 പ്രാവശ്യം ദാവീദിന്റെ പേര് വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവഹിതത്തിൽ ജീവിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ പരിശുദ്ധിയിൽ വ്യാപരിച്ച ഒരു ദൈവ മനുഷ്യനാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 15-ാം അധ്യായം അവിടെ 5-ാം തിരുവചനം, ദാവീദ് ഹിത്യനായ ഊരിയായുടെ കാര്യത്തിൽ ഒഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തിൽ ഒരിക്കലും വ്യതിചലിക്കാതെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. ഊരിയായുടെ കാര്യത്തിൽ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ദാവീദ് ദൈവത്തിന്റെ ഹിതം അനുസരിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റും, ദാവീദ് അവന്റെ തലമുറയിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റി. എന്നാൽ ഈ ദാവീദിന്റെ ജീവിതത്തിലൂടെ വളരെ മർമ്മപ്രധാനമായ ചില വചനത്തിന്റെ രഹസ്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദാവീദിന്റെ ആലോചന സംഘത്തിലെ അവന്റെ മന്ത്രിയായിരുന്ന അഹിത്തോഫേല് ദാവീദിന് ഉപദേശം കൊടുത്ത, ദാവീദിന് ബുദ്ധി പറഞ്ഞ് ദാവീദിന് ഒരുപാട് വിജയത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും വളരെയധികം ഉന്നതിയിലേക്കും ദാവീദ് വളരുവാൻ അവനെ സഹായിച്ച അവന്റെ മന്ത്രി, അവന്റെ പേരായിരുന്നു അഹിത്തോഫേല്. ദാവീദിനൊരു പിതൃതുല്യനായ മനുഷ്യനായിരുന്നു അഹിത്തോഫേല്. ഒരു അപ്പൻ തന്റെ കുഞ്ഞിനെ വാത്സല്യം കൊടുത്ത് അവനെ നയിക്കുന്നത് പോലെ അഹിത്തോഫേല് വളരെ സ്നേഹത്തോടെ ദാവീദിന്റെ ഉപദേശങ്ങൾ കൊടുത്ത് അവന്റെ സാമ്രാജ്യത്തിന് വലിയ കരുത്തു പകർന്ന് അഹിത്തോഫേൽ ഒരു അനുഗ്രഹമായി ദാവീദിനെ മാറിക്കൊണ്ടിരിക്കുന്ന നാള്. എന്നാൽ ഈ അഹിത്തോഫേല് ദാവീദ് നോക്കിക്കൊണ്ട് പറയുകയാണ്, സാമുവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം 1-2 തിരുവചനങ്ങളിലൂടെ, അഹിത്തോഫേൽ അബ്സലോമിനോട് ചോദിച്ചു, 10000 പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ? അവൻ ക്ഷീണിച്ച് ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും, കൂടെയുള്ളവർ ഓടിപ്പോകും, ദാവീദിനെ മാത്രം ഞാൻ കൊന്നുകളയും. ദാവീദിന്റെ മകനായ അബ്സലോമിനോട് ദാവീദിന്റെ മന്ത്രിയായിരുന്ന അഹിത്തോഫേൽ പറയാണ്, ഞാൻ ദാവീദിനെ കൊന്നുകളയും. എന്തുകൊണ്ടാണ് ഈ വിധം ദാവീദിനോട് അഹിത്തോഫേലിന്റെ ഉള്ളിൽ ഈ പ്രതികാര ചിന്ത, ഈ പകയുടെ ചിന്ത, ഈ വെറുപ്പിന്റെ ചിന്ത വളരുവാനുള്ള കാരണം? സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം 23-ാം തിരുവചനത്തെ നമുക്ക് കൃത്യമായി കാണുവാൻ പറ്റും. അക്കാലത്ത് അഹിത്തോഫേൽ നൽകിയ ഏതൊരുപദേശവും ദൈവത്തിന്റെ വെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു. ദാവീദും അബ്സലോമും അവന്റെ ഉപദേശം അത്രമാത്രം വിലമതിച്ചിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിപാട് പോലെ, ദൈവം തന്നോട് വന്ന് സംസാരിക്കുന്നത് പോലെയാണ് അഹിത്തോഫേല്
ദാവീദിന് പകർന്നു കൊടുത്ത ഓരോ ഉപദേശവും ദാവീദ് സ്വീകരിച്ചിരുന്നത്. അത്രമാത്രം ദാവീദ് അഹിത്തോഫെലിനെ മാനിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, കരുതിയിരുന്നു. എന്നാൽ ഈ അഹിത്തോഫെല പറയുന്നത്, ഞാൻ ദാവീദിനെ കൊന്നുകളയും. എന്താണ് ഇതിന്റെ കാരണം? നാം വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിനാഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഈ പ്രതികാര ചിന്തയുടെ, ദാവീദിനോട് അഹിത്തോഫെലിനുണ്ടായ ഈ വെറുപ്പിന്റെ യഥാർത്ഥ കാരണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിന്റെ വചനം എത്ര വിശ്വാസയോഗ്യമാണ്. കർത്താവിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം ദൈവവചനത്തിന്റെ മാധുര്യം, ദൈവവചനത്തിന്റെ ശക്തി. ദൈവവചനത്തിലൂടെ ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന നന്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിന്റെ അഭിഷേകത്തെ സ്വീകരിക്കുവാനുള്ള ആനന്ദത്തോടെ ഈ ശുശ്രൂഷയിൽ തുടർന്ന് നമുക്ക് പങ്കെടുക്കാം. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 34-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും. അവിടെ വിശുദ്ധ വചനം പറയുകയാണ്, ഗിലയോയിലെ അഹിത്തോഫെലിന്റെ മകൻ ഏലിയാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കൃത്യങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം. ഗിലയോയിലെ അഹിത്തോഫെലിന്റെ മകൻ ഏലിയാം. ആരാണ് ഈ ഏലിയാം? ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം അവിടെ 2-3 തിരുവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടെ വചനം പറയുന്നു, ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. വാക്യം 3, ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു. ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ശബയാണ് അവൾ എന്നറിഞ്ഞു. ഈ ബത്ശബയുടെ പിതാവിന്റെ പേരായിരുന്നു ഏലിയാം. ഏലിയാം ആരാണ്? ഏലിയാം നമ്മൾ വചനത്തിലൂടെ കണ്ടു, ഗിലയോയിലെ അഹിത്തോഫെലിന്റെ മകൻ ഏലിയാം. അപ്പോൾ ഈ ഏലിയാമിന്റെ മകളാണ് ബത്ശബ. ഈ ബത്ശബ അഹിത്തോഫെലിന് ആരാ? നിങ്ങൾ പറ. ഈ ബത്ശബ അഹിത്തോഫെലിന് ആരാണ്? അഹിത്തോഫെലിന്റെ പേരക്കുട്ടിയാണ്. ബത്ശബയുടെ വെല്ലിപ്പച്ചനാണ് ഈ അഹിത്തോഫെല്. നമ്മളിന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതുപോലെ ഒരു മകനെ പോലെ സ്നേഹിച്ച ദാവീദ്, തനിക്ക് പിതൃതുല്യനായ അഹിത്തോഫെല്, താൻ ബുദ്ധി പറഞ്ഞു കൊടുത്ത്, താൻ ഉപദേശങ്ങൾ നൽകി, ഒരുപാട് നന്മകൾ ദാവീദിന്റെ ജീവിതത്തിലേക്ക് പകർന്ന് ദാവീദിനെ ഈ വിധം ഉന്നതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും ഈ വിധം വിജയത്തിലേക്കും എത്തിച്ച ഈ അഹിത്തോഫെലിന്റെ കുടുംബത്തോടാണ്, അവന്റെ കൊച്ചുമകളോടാണ് ദാവീദ് ഈ പ്രവൃത്തി ചെയ്തത്. താൻ ഇതുപോലെ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകള്, പേരക്കുട്ടി ബത്ശബ, ആ വല്യപ്പിതൃ ഹൃദയം നൊന്തു നീറി തന്റെ കൊച്ചുമകളോട്, തന്റെ പേരക്കുട്ടിയായ ബത്ശബയുടെ ജീവിതത്തെയാണ് ദാവീദ് നശിപ്പിച്ചു കളഞ്ഞത്. അഹിത്തോഫെലിനെ അത് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. കാരണം ഈ ബത്ശബ അഹിത്തോഫെലിന് അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു, അത്രമാത്രം തനിക്ക് പ്രിയങ്കരിയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലും മാതാപിതാക്കളെക്കാൾ മക്കളോട് സ്നേഹം വെല്ലിപ്പച്ചനും വെല്ലിപ്പിച്ചിക്ക. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാ. നമ്മുടെ മക്കളുടെ മക്കളെ സ്നേഹിക്കുന്നു. ഇത് തന്നെ അഹിത്തോഫെലും ചെയ്തത്. തന്റെ മകനായ ഏലിയാം, ആ ഏലിയാമിന്റെ മകളായിരുന്നു ബത്ശബ, തന്റെ പേരക്കുട്ടി. അവൻ അതുപോലെ സ്നേഹിച്ചു. എന്നാൽ തന്റെ പേരക്കുട്ടിയായ ബത്ശബയോട് താൻ ഇതുപോലെ സ്നേഹിച്ച്, താൻ ഇതുപോലെ താലോലിച്ച്, താൻ ഇതുപോലെ ഓമനിച്ചു വളർത്തിയ തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകളോടാണ് ദാവീദ് ഈ പ്രവൃത്തി ചെയ്തത്. ഈ സംഭവം അറിഞ്ഞപ്പോൾ അഹിത്തോഫെലിന്റെ ഉള്ളം വെറുപ്പ് കൊണ്ട് നിറയാൻ തുടങ്ങി, പ്രതികാരം കൊണ്ട് നിറയാൻ തുടങ്ങി. അഹിത്തോഫെല് ചിന്തിച്ചു, ഇതുപോലെ ഞാൻ സ്നേഹിച്ച്, ഇതുപോലെ കരുതി എന്റെ കുടുംബത്തോട് തന്നെ ദാവീദേ നീ ഇത് ചെയ്തുവല്ലേ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണിത്, ഏറ്റവും വലിയ പരാജയമാണിത്. ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ, അവന്റെ ഭാര്യയായ ബത്ശബയുടെ കാര്യത്തിലൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ദാവീദ് ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി അനുസരിച്ചുവെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ദാവീദ് പരാജയപ്പെട്ടു. അവൻ താൻ ഇതുപോലെ സ്നേഹിച്ച, തന്റെ കൂടെ നിന്ന് തന്നോടുകൂടി പ്രവർത്തിച്ച അഹിത്തോഫെലിനും അവന്റെ കുടുംബത്തിനും
ദോഷം ചെയ്യുന്നവനായിട്ട് മാറി, ദ്രോഹം ചെയ്യുന്നവനായിട്ട് മാറി. പ്രിയ ദൈവമക്കളെ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നോക്കി വിളിച്ചു പറയാ, ഞാനും നിങ്ങളും കൂടെ നിൽക്കുന്നവർക്ക് ദോഷം ചെയ്യുന്നവരായി മാറരുത്. നമ്മൾ കൂടെ നിൽക്കുന്നവർക്ക്, നമ്മൾ ആരോടുകൂടി പ്രവർത്തിക്കുന്നുവോ, നമ്മൾ ആരോടുകൂടി ജീവിക്കുന്നുവോ, അവർക്ക് നമ്മൾ ഒരിക്കലും ദ്രോഹം ചെയ്യുന്നവനായി മാറരുത്. ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ദോഷം ചെയ്യുന്നവളായി മാറരുത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ദോഷം ചെയ്യുന്നവനായി മാറരുത്. ഒരു മകൻ, ഒരു മകൾ എന്ന നിലയിൽ മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്യുന്നവരായി, അവരെ കണ്ണുനീരിൽ ആഴ്ത്തുന്നവരായി നമ്മൾ മാറരുത്. ഒരു അപ്പൻ, ഒരു അമ്മ എന്ന നിലയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കൾക്ക് നമ്മൾ ദോഷം ചെയ്യുന്നവരായി, ദ്രോഹം ചെയ്യുന്നവരായി മാറരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിന്റെ ജീവിതത്തിലൂടെ നമ്മെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നമ്മൾ സകലർക്കും ഒരു അനുഗ്രഹമായി മാറണം. ഹല്ലേലൂയ. ഇന്ന് ഈ കാലയളവിൽ വളരെയധികം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു തിന്മയാണ് കൂടെ നിൽക്കുന്നവർക്ക് ദോഷം ചെയ്യുന്നവരായി മാറുക. താൽക്കാലിക ചില സുഖങ്ങൾക്ക് വേണ്ടി, ചില ഭോഗേച്ഛകൾക്ക് വേണ്ടി, ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ചില സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്റെ കൂടെ നിന്നവർ ആരുമായിക്കൊള്ളട്ടെ, എന്നെ സ്നേഹിച്ചവർ ആരുമായിക്കൊള്ളട്ടെ, എന്നെ കരുതിയവർ ആരുമായിക്കൊള്ളട്ടെ, അവരെ മാനിക്കാതെ, അവരെ സ്നേഹിക്കാതെ, സ്വന്തം സുഖവും സ്വന്തം താല്പര്യവും നോക്കിക്കൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് ദ്രോഹം ചെയ്യുന്നവരായി, ദോഷം ചെയ്യുന്നവരായി ഇന്ന് എത്രയോ എത്രയോ ജീവിതങ്ങള് ഈ കാലയളവിൽ അധവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത നാളുകളില് എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവം. ഈ നാളുകളിൽ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സഹോദരി വളരെ വേദനയോടുകൂടി, കണ്ണീരോടുകൂടി ഒരു അനുഭവം പങ്കുവെച്ചു. അതിപ്രകാരമായിരുന്നു, ആ നാട്ടിൽ ഒരു സ്റ്റുഡന്റ് വിസയിൽ ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നു. അവൾക്ക് അവിടെ വന്ന വശം ജോലിയൊന്നും കിട്ടിയില്ല. എന്നാൽ ഈ സഹോദരി എന്തു ചെയ്തു എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിയെ പോലെ, തന്റെ സ്വന്തം അനുജത്തിയെ പോലെ ഈ പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളെ കരുതി, അവളെ വീട്ടിലേക്ക് വിളിച്ചു, അവൾക്ക് ആഹാരം കൊടുത്തു, അവളെ പരിചരിച്ചു, അവൾക്ക് വേണ്ട പോക്കറ്റ് മണി കൊടുത്തു. അങ്ങനെ നാളുകളും മാസങ്ങള് ഈ സഹോദരി ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തു. അവളുടെ കുടുംബം മുഴുവൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചു. ഈ പ്രവൃത്തിയുടെ അനുകൂലമായിട്ട് കുടുംബം മുഴുവൻ നിന്നു. നാളുകളും മാസങ്ങളും കഴിഞ്ഞു. ഈ സമയത്ത് ഈ പെൺകുട്ടി ഈ സഹോദരിയുടെ ഭർത്താവുമായി ഒരു തെറ്റായ ബന്ധത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. 19 വർഷം വിവാഹമെന്ന ആ പരിശുദ്ധ കുദാശയിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നവരാ. ആ മനുഷ്യനും സ്വന്തം ഭാര്യയുടെ നന്മയും മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ തന്റെ ജീവിതത്തിലേക്ക്, തന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങി. 1-2 വർഷം ഈ സഹോദരി അറിയാതെ ഈ ബന്ധം തുടർന്നു. ഏകദേശം 2-ാം വർഷമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാണുന്നില്ല. ആ സഹോദരി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ പെൺകുട്ടിയുടെ കൂടെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആ രാജ്യത്തിന് മറുഭാഗത്ത് അവർ ഒരുമിച്ച് കഴിയുകയാണ്. ആ സഹോദരി വേദനയോടുകൂടി ഇപ്രകാരം പങ്കുവെച്ചു, ഞാനൊരു അനുജത്തിയെ പോലെ സ്നേഹിച്ചതാ, ഞാൻ അവളെ കരുതിയതാ, എന്നിട്ട് എന്റെ കുടുംബത്തോട് തന്നെ അവൾ ദ്രോഹം ചെയ്തുവല്ലോ, എന്റെ ഭർത്താവിനെ തന്നെ അവൾ സ്വന്തമാക്കിയല്ലോ എന്നും പറഞ്ഞ് ആ സഹോദരി വാവിട്ട് നിലവിളിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതൊരു സഹോദരിയുടെ മാത്രം അനുഭവമല്ല. ഇതുപോലെ ഭാരപ്പെടുന്ന, ഇതുപോലെ തകർന്നടിഞ്ഞ എത്രയോ എത്രയോ ജീവിതങ്ങള് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുണ്ട്. നമ്മുടെ കണ്ണു തുറക്കേണ്ട കാര്യമാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിന്റെ ജീവിതത്തിലൂടെ നമ്മളെ വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്. കൂടെ നിൽക്കുന്നവർക്ക് ഞാനും നിങ്ങളും ദോഷം ചെയ്യുന്നവരായി മാറരുത്. ഹല്ലേലൂയ. ഇവിടെ ദാവീദിനതാ സംഭവിച്ചത്. എന്തു പറ്റി? ഈ പ്രവൃത്തി മൂലം ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിഞ്ഞില്ല. എന്നാൽ ദാവീദിനെ കുറിച്ച് കർത്താവിന്റെ വചനം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 22-ാം വചനത്തിൽ പറയുകയാണ്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഇണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദാവീദിന്റെ വിജയത്തിന്റെ രഹസ്യം അതാ.
ദാവീദ് ദൈവത്തോട് ഇത്രമാത്രം പ്രിയപ്പെട്ടവനായി മാറിയതിന്റെ രഹസ്യം ഇത് തന്നെയാ. ദൈവം എന്തു ചെയ്തു? നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് വിട്ടു. താൻ ചെയ്ത ആ പ്രവൃത്തിയുടെ ഗൗരവം പ്രവാചകനിലൂടെ ദാവീദിനെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ദാവീദ് വാവിട്ട് നിലവിളിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചില താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി, ചില താൽക്കാലിക ഉന്നമനങ്ങൾക്ക് വേണ്ടി, ചില വിജയത്തിന് വേണ്ടി, ചില നന്മകൾ കിട്ടാൻ എന്നുള്ള ആ വ്യാമോഹത്താലെ പലപ്പോഴും സ്നേഹിച്ചവരെ, കരുതിയവരെ, പ്രോത്സാഹിപ്പിച്ചവരെ മാനിക്കാതെ, സ്നേഹിക്കാതെ പലപ്പോഴും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അവരെ ദ്രോഹിച്ചിട്ടുണ്ടാകാം. ജോലി തന്ന് സഹായിച്ചവരെ, പ്രാർത്ഥിച്ച് സഹായിച്ചവരെ, ഒരുമിച്ച് ഒരുമയോടെ പ്രവർത്തിച്ചവരെ, ഒരു മകനെ പോലെ മകളെ പോലെ കരുതിയവരെ, ഒരു അപ്പനെ പോലെ അമ്മയെ പോലെ കരുതിയവരെ, ഒരു സഹോദരനെ പോലെ സഹോദരിയെ പോലെ കരുതിയവരെ പലപ്പോഴും നമ്മൾ കണ്ണീരിൽ ആഴ്ത്തിയിട്ടുണ്ടാകാം. പക്ഷേ കർത്താവ് നമുക്കൊരു അവസരം തരികയാണ്. ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുവാൻ, ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഒരു വലിയ അവസരത്തെ പരിശുദ്ധാത്മാവ്, പ്രിയ സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിന് ഇപ്പോൾ പകർന്നു നൽകുകയാണ്. ഈ സത്യം ദാവീദ് മനസ്സിലാക്കിയപ്പോൾ അവൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ നാഥ. നിലവിളിച്ചു പ്രാർത്ഥിച്ചു, ഓ ദൈവമേ, ഈ ദുഷിച്ച ഹൃദയത്തിൽ നിന്ന്, ഈ ദുഷിച്ച ചിന്താഭാരത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി നിർമ്മലമായ ഒരു ഹൃദയം കർത്താവേ നീ എനിക്ക് നൽകണമേ, നീ എനിക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, ദാവീദ് അവൻ തെറ്റ് ചെയ്തു. പക്ഷേ അവൻ ആ തെറ്റ് തിരിച്ചറിഞ്ഞ്, കുറ്റമേറ്റു പറഞ്ഞ് അവൻ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവൻ മടങ്ങി വരികയാണ്. അവൻ അവന്റെ തലമുറയിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയെന്ന് ദൈവം തന്നെ ദാവീദിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലും ഈ വിധം കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. നമ്മൾ ഒരു നിമിഷം പരിശോധിക്കണം കർത്താവിന്റെ വചനത്തിന് മുൻപിലിരുന്ന്. ഇന്ന് പലപ്പോഴും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പലപ്പോഴും ദൈവികമായ വിജയത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും നമുക്ക് കടന്നു വരാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ രാത്രിയിൽ കർത്താവിന്റെ വചനത്തിന് മുൻപിലിരുന്ന് പരിശോധിക്കേ. ഓ ദൈവമേ, കൂടെ നിന്നവരെ, ഒപ്പം പ്രവർത്തിച്ചവരെ, എന്നെ സ്നേഹിച്ചവരെ, എന്നെ കരുതിയവരെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടോ? ഞാൻ അവർക്ക് ദോഷമായി പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്റെ വാക്കുകൾ കൊണ്ട്, എന്റെ പെരുമാറ്റം കൊണ്ട്, എന്റെ നോട്ടം കൊണ്ട്, എന്റെ മറ്റു പല പ്രവൃത്തികൾ കൊണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചുവെങ്കിൽ ഈ നിമിഷം ഏറ്റുപറഞ്ഞ് കർത്താവ് നൽകുന്ന ഈ അഭിഷേകത്തെ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. എല്ലാ വ്യക്തികൾക്കും പുതുവർഷത്തിന്റെ ആശംസകൾ നേരുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവിന്റെ കൃപയിൽ വളരുന്ന അഭിഷിക്ത ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധനയിൽ ഈ അഭിഷേകത്തെ ഏറ്റുവാങ്ങാം. ഹൃദയനുറുക്കത്തോടെ, അനുതാപ ഹൃദയത്തോടെ കർത്താവ് നൽകുന്ന കൃപയെ സ്വീകരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവമകനായി, ദൈവമകളായി ജീവിക്കുവാനുള്ള വലിയ ആത്മനിറവിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. സകലരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ നീ മാത്രമാണൻ
വളരെ ആനന്ദത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഏറെ ആനന്ദത്തോടെ നമുക്കായിരിക്കാം. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും നമുക്ക് ലഭ്യമായ ഈ അവസരത്തെ ഓർത്ത് ഏറെ താല്പര്യത്തോടെ നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചു. കൂടെ നിൽക്കുന്നവർക്ക് ദോഷം ചെയ്യുന്നവരായി നമ്മളെ സ്നേഹിച്ച, നമ്മളെ കരുതിയ, നമ്മളെ പ്രോത്സാഹിപ്പിച്ച, നമുക്ക് നന്മകൾ ചെയ്ത ജീവിതങ്ങൾക്ക് നാശം വരുത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറരുത് എന്നുള്ള വലിയ മുന്നറിയിപ്പ് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ നമുക്ക് നൽകുകയായിരുന്നു. ഇന്ന് ഒരുപാട് വ്യക്തികളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടാത്തതിന് കാരണം പലപ്പോഴും കൂടെ നിൽക്കുന്നവരെ വേദനിപ്പിക്കുകയും കൂടെ നിൽക്കുന്നവർക്ക് ദോഷം ചെയ്യുകയും ചെയ്തത് മൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പല അടിമത്തങ്ങളുമുണ്ട്. ഈ സമയം നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ആ മേഖലകളെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന മേഖലകളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, ബിസിനസ് മേഖലകളിൽ, ശുശ്രൂഷ തലങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ എല്ലാം എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, എന്നെ വളർത്തിയ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്ത വ്യക്തികളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? അവരെ കണ്ണുനീരിൽ ആഴ്ത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുക. ഇത് അനേകരെ കർത്താവ് തൊടുന്ന സമയമാണ്. ഒത്തിരിയേറെ ബന്ധനത്തിന്റെ മുഖങ്ങളെ കർത്താവ് പൊട്ടിച്ചെറിയുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ദാവീദ് പറഞ്ഞു, ഒരു നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ. തെറ്റിപ്പോയി കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ നീ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. എത്രമാത്രം അനുതാപ ഹൃദയത്തോടെയാണ് ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിച്ചത്. ദാവീദിനെ പോലെ കർത്താവിന്റെ മുൻപിൽ ഇരുകരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളും, നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വേദനകളും, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അടിമത്തങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ മേഖലകളിലെല്ലാം കർത്താവിന്റെ കരുണ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ, കർത്താവിന്റെ കൃപ നദി പോലെ ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അവൻ കരങ്ങൾ നീട്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് യേശു തന്റെ വിടുതലിന്റെ അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുന്നു. സ്വീകരിച്ച് പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തി നമുക്ക് സ്വരമുയർത്തി യേശുവിനെ വിളിക്കാം. ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ കർത്താവ് നൽകുന്ന നന്മകളെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേ. ഇത് ബന്ധനങ്ങൾ തകരുന്ന സമയമാണ്, കെട്ടുകൾ പൊട്ടുന്ന സമയമാണ്. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളെല്ലാ വേദനകളും ഏറ്റെടുക്കണമേ, സകല ദുഃഖങ്ങളും ഏറ്റെടുക്കണമേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാ നന്മകൾക്കായി നന്ദി, നന്ദി യേശുവേ, നന്ദി.